സോ തിങ്കിൽ വന്നതിന് ശേഷം എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് നല്ലോണം ഇമ്പ്രൂവ് ആയി. അതായത് ഇത് തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ വന്നിരുന്ന് പറഞ്ഞുതരാനൊരു മനസ്സ് കാണിച്ചിരുന്നു. ഭയങ്കര ക്രിയേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഔട്ട് ഓഫ് ദ ബോക്സ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും. പക്ഷേ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം അടിച്ചു പൊളിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിച്ചു പൊളിച്ച് തന്നെ പോയത്. അങ്ങനെ ടൈം പാസിന് വേണ്ടി മാത്രം ചെയ്തൊരു സാധനം തിങ്കിൽ വന്നതിന് ശേഷം അത് എൻ്റെ ഒരു ഹോബിയാക്കി മാറ്റാൻ വേണ്ടി തിങ്കിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാസർഗോഡ് നിന്നുള്ളൊരു NID ടോപ്പറാണ് നിവേദ്. തൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ NID അഹമ്മദാബാദിൽ ഒരു സീറ്റ് ഉറപ്പിച്ച് വന്നിരിക്കുകയാണ് നിവേദ്. ഹായ് നിവേദ്. ഹായ്, എൻ്റെ പേര് നിവേദ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് തിങ്ക് കാലിക്കറ്റ് ബ്രാഞ്ചിലെ റെഗുലർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം NIDയുടെ റിസൾട്ട് ഇപ്പോൾ അടുത്ത് വന്നു. അതിൽ എനിക്ക് കാറ്റഗറി റാങ്ക് 31 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെയാണ് NIDയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത്. അതിൽ അഹമ്മദാബാദ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഹാപ്പിയാണ്. എന്തൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് ആയിരുന്നു തിങ്കിലുള്ളത്? പ്രിലിംസിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ ഡ്രോയിങ് ഉണ്ടായിരുന്നു, GK, അരിത്തമാറ്റിക് പാർട്ട്, അങ്ങനെ സെപ്പറേറ്റ്ലി നല്ല ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ മെയിൻസിൻ്റെ സമയത്ത് കൂടുതൽ ഈ തിങ്കിൽ വരുന്നത് NIDians-ഉം നിഫ്റ്റിയൻസും തന്നെയാണ് വരുന്നത്. അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാർ തന്നെയാണ് വരുന്നത്. സോ നല്ല ക്ലാസ്സാണ്. GK സ്ട്രോങ്ങർ ആക്കാൻ എന്ത് ട്രെയിനിങ് ആയിരുന്നു ഉള്ളത് തിങ്കിൽ? GK എടുക്കുന്ന ഫാക്കൽറ്റീസൊക്കെ നല്ല ഇൻട്രാക്റ്റീവ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ വൈബിലൊത്ത ആൾക്കാർ തന്നെയാണ്. സോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് ഇത് തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ വന്നിരുന്ന് പറഞ്ഞുതരാനൊരു മനസ്സ് കാണിച്ചിരുന്നു. സോ അങ്ങനെ ശരിയാക്കിയത്. എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ടുവേർഡ്സ് ദി എൻഡ്? അതായത് ഫസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ ഈ NIDക്ക് ഒരു എക്സാമിന് തന്നെ സീരിയസ്നെസ് ആയി കൊടുത്തിട്ടാണ്. കാരണം പുതിയ ഫ്രണ്ട്സ്, പുതിയ സ്ഥലം, സോ അങ്ങനെ അടിച്ചു പൊളിച്ച് പോയതാണ്. പക്ഷേ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം അടിച്ചു പൊളിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിച്ചു പൊളിച്ച് തന്നെയാണ് പോയത്. പിന്നെ അവസാന സമയത്ത് ചെയ്തിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഈ സ്റ്റുഡിയോ ടെസ്റ്റിന് എന്ത് രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത് തിങ്കിൽ? സ്റ്റുഡിയോ ടെസ്റ്റ് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിങ്കിൽ സ്റ്റുഡിയോ ടെസ്റ്റാണ്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം പേപ്പർ വെച്ചില്ല കളിയോ അതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ല. സോ സാർമാരും നമ്മളെ ഫാക്കൽറ്റീസും നല്ല ഇൻട്രാക്റ്റീവ് ആയതുകൊണ്ട് സ്റ്റുഡിയോ ടെസ്റ്റ് വളരെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെയാണ് പോയത്. കാരണം നല്ല ആക്ടിവിറ്റീസും പെട്ടെന്നായിരുന്നു. ഭയങ്കര ക്രിയേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഔട്ട് ഓഫ് ദ ബോക്സ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും സ്റ്റുഡിയോ ടെസ്റ്റിന് അവർ തന്നത്. സോ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ പോയിരുന്നു. ഓക്കെ. പിന്നെ തിങ്കിലെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഒരു 1 ഇയർ നമ്മളിപ്പോൾ കോച്ചിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ എങ്ങനെ കീപ്പപ്പ് ചെയ്തു? തിങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ലൈഫിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. കാരണം ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പറയാന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും അധികം ആൾക്കാരോട് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. സോ തിങ്കിൽ വന്നതിന് ശേഷം എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ച് നല്ലോണം ഇമ്പ്രൂവ് ആയി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തിങ്കിൽ വന്നതിന് ശേഷം ഒരു ഇമ്പ്രൂവ് ആയി മാറിയത്. തിങ്കിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഇല്ലായിരുന്നോ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയിങ് ആയിരുന്നോ അതൊക്കെ? തിങ്കിലെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾക്ക് കിട്ടിയത് വെച്ചാൽ ഓണത്തിൻ്റെ സെലിബ്രേഷനാണ്. അത് അടിപൊളിയായിരുന്നു. കാരണം എല്ലാവരും ഒന്നിച്ച് തന്നെ ഒരു സ്കൂളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മിങ്കിൾ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ നടത്താൻ വേണ്ടി തിങ്കിൽ സാധിച്ചിരുന്നു. അതൊരു നല്ലൊരു നാടൻ രീതിയിൽ തന്നെ അത് നടത്തിയിട്ടുണ്ട്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അങ്ങനെ പറയുന്നത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ മാവേലി നമ്മൾ ഈ പ്രാവശ്യം ഇറക്കിയത് വേറെ തന്നെ ഒരു വൈബിലാണ്. കാരണം പാതാളത്തു നിന്ന് ഡയറക്റ്റ് വരുന്നത് പോലെ അത് നമ്മൾ ഈ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാവേലി നമ്മളെ മുന്നിൽ നിന്ന് പാതാളത്തിലേക്ക് തിരിച്ചു പോകുന്നതെല്ലാം പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അതാണ് യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതാണോ? അതെ അതെ. നൈസ്. ഞാൻ കണ്ടിരുന്നത്. നിവേദിന് ഡിസൈൻ ഫീൽഡിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം? ഞാൻ ബേസിക്കലി തിങ്കിൽ വന്നതിന് ശേഷം ഒരു പകുതി ആകുമ്പോഴാണ് എനിക്ക് ഇതിനൊരു സ്പാർക്ക് ഉണ്ട്, ഇതിനൊരു ക്രേസ് ഉണ്ടെന്ന് മനസ്സിലായത്. സോ ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ ആനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകണമെന്ന് ഇപ്പോൾ ആഗ്രഹം. ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ ഈ ഫീൽഡിലുള്ള? അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ട്, NID അഹമ്മദാബാദിൽ തന്നെ പഠിച്ചിട്ട് പോയ RTO റോബ് എന്ന് പറഞ്ഞൊരു ബിഗ് ഫാൻ. ഓക്കെ, നൈസ്. നിവേദിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആക്റ്റീവ് ആണോ? അത്രത്തോളം ആക്റ്റീവ് അല്ല, ഇനി ആക്റ്റീവ് ആവണം.
എനിക്ക് തോന്നുന്നു ഓവറോൾ ആയിട്ട് ഒരു ഗ്രോത്ത് ആണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡിസൈൻ ഫീൽഡിൽ. എപ്പോഴും നമ്മൾ ഓവറോൾ ആയിട്ട് നോട്ട് ജസ്റ്റ് നമ്മൾ കോളേജിൽ പോയി എന്ത് പഠിക്കുന്നു എന്നല്ല, നമ്മൾ നമ്മുടെ സ്കില്ലിനെ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് എങ്ങനെ ലേറ്റർ ഓൺ അതെങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു എന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈൻ ഫീൽഡിൽ. ഓക്കെ നിവേദ് പറഞ്ഞു നിവേദിന് ആനിമേഷൻ മൂവി അങ്ങനെയൊക്കെയാണ് ആഗ്രഹം ഇപ്പോൾ ഡിസൈൻ ഫീൽഡിൽ. അപ്പോൾ അതിനു വേണ്ടി ഡിജിറ്റൽ ആർട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അധികം അതിൽ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് തന്നെ തിങ്കിൽ വന്നതിന് ശേഷമാണ്. കാരണം എൻ്റെ കൂടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരുത്തന് ടാബ് ഉണ്ടായിരുന്നു. സോ അതിൽ വരച്ച് പഠിച്ച് അതെനിക്ക് നല്ല ക്രേസാണ്. സോ അതും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ നിവേദ്, തിങ്കിൻ്റെ ഡ്രോയിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ രീതിയിലുള്ള അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ക്ലാസ്സസ് ആണ് ഉണ്ടായിരുന്നത്? തിങ്കിൽ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഡ്രോയിങ് അധികം ചെയ്യുന്ന ആളല്ല. ബേസിക്കലി ഒരു ടൈം പാസിന് വേണ്ടി ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ അങ്ങനെ ടൈം പാസിന് വേണ്ടി മാത്രം ചെയ്തൊരു സാധനം തിങ്കിൽ വന്നതിന് ശേഷം അത് എൻ്റെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഹോബി ആക്കി മാറ്റാൻ വേണ്ടി തിങ്കിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഡ്രോയിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. NID ആസ്പിറൻസിന് നിവേദ് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാമോ? സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇനി എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനില്ല വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിന് സ്ട്രെയിൻ കൊടുത്ത് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കട്ടെ. കാര്യം നിങ്ങൾ ചുറ്റുപാടൊക്കെ എൻജോയ് ചെയ്ത് ആദ്യം ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അതിന് കൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാതെ എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ നോക്കുന്ന പോലെ അതിനൊരു പക്ക ഒരു ഫോക്കസ് കൊടുത്ത് പഠിക്കാതെ ചുറ്റുപാട് നടക്കുന്നതും ഫ്രണ്ട്സുകളൊക്കെ ആയി അടിച്ച് പൊളിച്ച് തന്നെ കൂടെ ആ സീരിയസ്നെസ് കൊടുത്ത് ഇതിനെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. താങ്ക് യു നിവേദ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചെറിയൊരു റൗണ്ടിലേക്ക് പോവാം, ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നിവേദിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 1 or 2 വേർഡ്സിൽ ആൻസേഴ്സ് തരണം. നിവേദിന് സ്കെച്ച് ബുക്കാണോ ഡിജിറ്റൽ ആർട്ടാണോ ഇഷ്ടം? സ്കെച്ച് ബുക്ക്. അപ്പോൾ എന്തെങ്കിലും വരയ്ക്കാനിരിക്കുമ്പോൾ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോൾ നിവേദ് എന്താ ചെയ്യുക? പെട്ടെന്നൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സ്ക്രിബിൾ ചെയ്യും. സോ സ്ക്രിബിൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും കൺഫ്യൂഷൻസ് ഒക്കെ പോകും. ബെസ്റ്റ് പാർട്ട് തിങ്ക് എന്തായിരുന്നു? ഒബ്വിയസ്ലി ഡ്രോയിങ് തന്നെ. ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ കൂട്ടായിട്ട് എന്ത് മ്യൂസിക്കാണ് ഉണ്ടാവാറ്? ഞാൻ കൂടുതലും അടിച്ചു പൊളിക്കുന്ന പാട്ടാണ് കൂടുതലും ഇഷ്ടം. അതായത് ഒരു DJ ടൈപ്പ് പാട്ടൊക്കെ കേൾക്ക്. നിവേദ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ഒരു സാധനം എന്താണ്? കളക്ട് ചെയ്യുന്ന സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ ഫോട്ടോസാണ്, മെമ്മറീസ് കളക്ട് ചെയ്യും. ഫോട്ടോസിലൂടെയാണ് മെമ്മറീസ് കളക്ട് ചെയ്യും. പിന്നെ നിവേദിൻ്റെ ഇപ്പോൾ NID പോകുമ്പം ഏറ്റവും ആദ്യം പാക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് NIDയിലേക്ക്? ഫസ്റ്റ് പാക്ക് ചെയ്യുക സ്കെച്ച് ബുക്ക് തന്നെ. സ്കെച്ച് ബുക്കും 2-3 പെന്നും. ഡ്രീം ഡിസൈൻ പ്രോജക്റ്റ് എന്താണ്? ഡ്രീം ഡിസൈൻ പ്രോജക്റ്റ് പറയുമ്പോൾ എനിക്ക് ഓട്ടോമൊബൈൽ ഡിസൈനിങ് കുറച്ച് ക്രേസ് ഉള്ള ഫീൽഡാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കാർ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സ്വയം ബിൽഡ് ചെയ്യണം എന്നാഗ്രഹം. ഓക്കെ, താങ്ക് യു നിവേദ്. താങ്ക് യു സോ മച്ച് നമ്മളടുത്ത് നിവേദിൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്തതിന്. താങ്ക് യു. അപ്പോൾ NIDയിൽ നല്ലൊരു ഫ്യൂച്ചർ നിവേദിന് നമ്മൾ വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് അഗൈൻ.